ഹായ് ഫ്രണ്ട്സ്, മടിമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബീഡ്സ് വർക്ക് കളക്ഷൻസിൻ്റെ. ഇന്നപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റിച്ചാണ്, സ്ക്വയർ സ്റ്റിച്ച് ആൻഡ് റൗണ്ട് സ്റ്റിച്ച് എന്ന്. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചു, അതെന്താണ് ഈ സ്ക്വയർ സ്റ്റിച്ചും റൗണ്ട് സ്റ്റിച്ചും ഒക്കെ, എംബ്രോയ്ഡറിയിൽ പല സ്റ്റിച്ചുകളുടെ പേര് പറയണ പോലെ ഇതിലെങ്ങനെയാണ് അത് മനസ്സിലാക്കണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സംശയം മാറ്റാനായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് കാണിച്ചു തരാമെന്ന്. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നിരിക്കാം. ഇതൊരു റൗണ്ട് സ്റ്റിച്ച് വെച്ചിട്ട്, കൂടുതലും ഇതിൽ റൗണ്ട് സ്റ്റിച്ചാണ്. ഇതിനൊരു ലെയർ മാത്രമാണ് സ്ക്വയർ സ്റ്റിച്ച് വന്നത്, ഒരു റൗണ്ട് ടേബിൾ മാറ്റ്. അതുപോലെയുള്ളൊരു സംശയമാണ് ഏത് ടൈപ്പ് ഓഫ് ബീഡ്സ് വെച്ച് ചെയ്യാമെന്നും പറഞ്ഞപ്പോഴും മുത്തുകൾ പല ഷേപ്പിലും കളറിലൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. കളറുകൾ നമ്മുടെ ചൂസാണ്. മുത്തുകൾ ഏത് ഷേപ്പിലാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പുള്ള ബീഡാണ് കേട്ടോ. ഇതൊരു സ്ക്വയർ ഷേപ്പ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചിട്ട് ഇത് കെട്ടിയിട്ട് പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഒരു ലെയറും കൂടെ ചെയ്ത് വേറൊരു സംഭവം കൂടെ കാണിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചേക്കാണ്. ഇതിൽ കാണാം ഒരു വൈറ്റ് ബീഡിൻ്റെ മുകളിൽ കൂടെ ക്രിസ്റ്റൽ കോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബീഡാണ് കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കോട്ടിംഗ് ആണ് ഇത്. ഇതിൻ്റെ ഷേപ്പ് സ്ക്വയർ ഷേപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ മാറ്റും സ്ക്വയർ ഷേപ്പുള്ള ബീഡിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് മറ്റതിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മളതിൽ റൗണ്ട് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് വന്നിട്ട് സ്ക്വയർ സ്റ്റിച്ചാണ്. അതുപോലെ വേറെ ഒന്ന് രണ്ട് ടേബിൾ മാറ്റുകളും കൂടെ ഞാൻ കാണിക്കാം. ഇതും സ്ക്വയർ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. കംപ്ലീറ്റ്ലി ഇതിൽ സ്ക്വയർ സ്റ്റിച്ചുകൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു തരത്തിലുള്ള ഗ്യാപ്പുകളും ഇല്ല, ഫില്ലായിട്ടാണ് ഇരിക്കുക സ്ക്വയർ സ്റ്റിച്ചുകൾ. മാറ്റ് എല്ലാം ഒട്ടും നമുക്ക് ഗ്യാപ്പില്ലാതെ ഫില്ലായിട്ടായിരിക്കും ഈ സ്ക്വയർ സ്റ്റിച്ചിൽ ചെയ്ത ടേബിൾ മാറ്റ് ഇരിക്കണുണ്ടാവുക. 4 മുത്തുകൾ വെച്ച് ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. 4 മുത്തുകൾ വെച്ചിട്ടാണ് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ നമുക്കിഷ്ടമുള്ള കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ സിംഗിൾ കളറിലായിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോകും. ഇതിൻ്റെ പാറ്റേണൊക്കെ ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് നമുക്ക് ഈ ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്ക്വയർ സ്റ്റിച്ച് വരുന്നത്. ഒട്ടും തന്നെ ഗ്യാപ്പ് ഉണ്ടാവില്ല. 4 മുത്തുകൾ വെച്ച് സ്ക്വയറായിട്ട് ചെയ്ത് പോരുന്നതാണ് സ്ക്വയർ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൗണ്ട് സ്റ്റിച്ചിൻ്റെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ടേബിൾ മാറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചതിലും അത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റൗണ്ട് സ്റ്റിച്ചുകളാണ് കേട്ടോ. ഇതുപോലത്തെ ഷേപ്പുകളിലേക്ക് ഇതിപ്പോൾ റൗണ്ടായിട്ട് നമുക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കോമ്പിനേഷൻ ഉണ്ട്. റൗണ്ടിൻ്റെ കൂടെ നമ്മളിതിൽ സ്ക്വയർ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ടേബിൾ മാറ്റ് ആക്കുമ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റൗണ്ട് ഷേപ്പ് കിട്ടുക. അല്ലാത്തതൊക്കെ ഷേപ്പുകൾ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിനൊരു ബോർഡറും കൂടെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിനെ നമ്മൾ സ്ക്വയർ സ്റ്റിച്ച് വെച്ച് തന്നെ ചെയ്തിട്ട് ഇതിലൊരു ബോർഡർ, ഒരു പ്ലേറ്റ് പോലെ ഇരിക്കുന്ന തരത്തിൽ, അതായത് ഈ ഒരു അരികൊന്ന് പൊന്തി നിൽക്കുന്ന ടൈപ്പിലുള്ളതാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഇത് നമ്മുടെ ഷേപ്പ് നമ്മളിതിൻ്റെ ലെങ്ത്തും വിട്ടും എത്ര കൊടുക്കണമെന്നനുസരിച്ച് മാറ്റിയെടുക്കാനും, അതുപോലെ മുത്തുകളുടെ കളർ ചേഞ്ച് ആവണതിനനുസരിച്ച് കളർ കോമ്പിനേഷനും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ 6 ബീഡിൻ്റെ റൗണ്ടുകൾ വെച്ചിട്ടുള്ളതാണ് നമ്മൾ കൂടുതലും ടേബിൾ മാറ്റിൽ വരുമ്പോൾ ചെയ്യണത് കേട്ടോ. പിന്നെ 5 ബീഡിൻ്റെ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 ബീഡിൻ്റെ റൗണ്ട് സ്റ്റിച്ചുകൾ ചെയ്യുക. കൂടുതലും 5 ബീഡിൻ്റെയും 6 ബീഡിൻ്റെയും കോമ്പിനേഷൻസ് വരുന്നത് നമ്മുടെ റൗണ്ട് ടേബിൾ മാറ്റുകൾ ഉണ്ടാക്കാനും അതുപോലെ ഫ്ലവർ വേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ കോമ്പിനേഷൻസ് കൂടുതൽ കൊടുക്കുക കേട്ടോ. ഇതുപോലെയൊക്കെ ഫ്ലവർ വേസ് ഉണ്ടാക്കാൻ ഇതിലിപ്പോൾ 5 ബീഡിൻ്റെ റിങ് ഉണ്ട്, സ്ക്വയർ സ്റ്റിച്ച് ഉണ്ട്, 8 ബീഡിൻ്റെ 7 ബീഡിൻ്റെ റിങ്,
5ൻ്റെയും 6ൻ്റെയും കോമ്പിനേഷൻ, അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഏതാണോ നമ്മുടെ ഷേപ്പ് ഏതിലേക്കാണോ വരേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ബീഡുകളുടെ എണ്ണവും കൂട്ടിയും കുറച്ചും എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ റിങ് സ്റ്റിച്ചുകളുടെ ബീഡ്സ് വർക്കിലെ സ്റ്റിച്ചുകളുടെ വിശേഷങ്ങൾ. റൗണ്ട് സ്റ്റിച്ചും സ്ക്വയർ സ്റ്റിച്ചും ഒക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ചെറിയ പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.